അപ്പോൾ നമ്മൾ കമ്പ് നട്ട് തുടങ്ങിയ ഒരു ദിവസം അങ്ങനെ ഇട്ട് ശേഷം രണ്ടാമത്തെ ദിവസം തൊട്ട് നമുക്ക് വെള്ളം കോരി കൊടുക്കണം കേട്ടോ. കമ്പ് പൊടിക്കുന്നവരെ തന്നെ നമുക്ക് അതിൻ്റെ വെള്ളം കോരി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ മരിച്ചീനി നല്ല പുഷ്ടിയോടെയാണ് നിൽക്കുന്നത്. നല്ല യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല രീതിക്കുള്ള മരിച്ചീനിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്താണ് നമുക്ക് ഈ മരിച്ചീനിക്ക് ഒരു രോഗം വരുന്നുണ്ട്. ഇല കംപ്ലീറ്റും രീതിക്ക് അങ്ങ് പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോഴേ ആ രോഗം നമുക്ക് അപ്പുറമുള്ള അവിടെ ആ വെയിൽ ആ രീതിക്കുള്ള കർഷകർക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മളേലും ബാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ബാധിക്കുമെങ്കിൽ നമുക്ക് ഇതുവരെ ബാധിച്ചിട്ടില്ല. ബാധിക്കുമെങ്കിൽ നമുക്ക് അതിൻ്റെ മരുന്ന് നമുക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അറ്റാരയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ അറ്റാര കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെള്ളീച്ച നമ്മളുടെ ഈ നമ്മളെ ഈ ഗ്രോത്ത് സൈഡ് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കയറി ഈ നീരൂറ്റി കുടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും നമുക്കുള്ള ഈ ലീഫുകൾ പൊഴിഞ്ഞു പോകാനുള്ള കാരണം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത് വന്നപ്പോൾ അറ്റാരാണ്. പിന്നെ ഒരു ജൈവ കീടനാശിനി നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ജൈവ കീടനാശിനി എന്ന് പറയുമ്പോൾ നമ്മളുടെ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കുമാണ്. കഞ്ഞിവെള്ളവും വേപ്പൻ പിണ്ണാക്കെന്ന് പറഞ്ഞപ്പം അത്രയ്ക്ക് അങ്ങ് ഇതായി കണ്ട് നല്ല എഫക്റ്റായിട്ടുള്ളൊരു മരുന്നാണ്. നമ്മൾ പല രീതി വീഡിയോയിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ഇതായി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അങ്ങ് പിടിച്ച് നിൽക്കുകയും ചെയ്യും. അതേപോലെ നമുക്കുള്ള വേപ്പിണ്ണാക്ക് ലൈനയിൽ ആ ഒരു സ്മെല്ല് കൊണ്ട് നമുക്കിതെല്ലാം ഒഴിവാക്കി കിട്ടാനും നമുക്ക് പറ്റും. അപ്പോൾ ആ രീതിക്ക് രണ്ട് രീതിക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇലയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇപ്പോൾ നമുക്ക് വളവിടാൻ ഇതായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. അപ്പോൾ വളവിടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാസവളം കൊടുക്കുന്ന അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് ജൈവവളവും നമുക്ക് കൊടുത്ത് നമുക്ക് വളമിടാവുന്നതാണ്. അതിന് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്കിത് ചിക്കാൻ ഉപയോഗിക്കുന്ന നേരത്ത് നമുക്കൊരു 2 കൈ അകലെയായിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്നത് 2 കൈ അകലെയായിട്ട് നമുക്ക് ഇതിൻ്റെ തടം എടുത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അത്രയും തടം എടുത്താൽ മാത്രമേ നമ്മളുടെ വേരുകൾ നമുക്ക് പൊട്ടാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ആ രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിക്കുള്ള കിഴങ്ങ് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏത് വളമാണ് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്കുള്ള കോഴിവളമുണ്ട് കേട്ടോ. കോഴിവളവും അതിൽ കോഴിവളവും പിന്നെ ആട്ടിൻപുഴുക്ക കൊടുക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിഴങ്ങ് ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമുക്കുള്ള ആട്ടിൻപുഴുക്ക നമുക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ വളമായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു ആട്ടിൻപുഴുക്ക കൊടുക്കുന്നത് അതിൻ്റെ വളമല്ല. വളമാകണമെങ്കിൽ അത് നമുക്ക് ആട്ടിൻപുഴുക്ക പൊടിച്ച് കൊടുത്താൽ മാത്രമാണ് ആട്ടിൻപുഴുക്കയുടെ വളമാകുന്നത്. ഇത് നമ്മൾ പൊടിക്കാതെ ഇട്ട് പെട്ടെന്ന് വേരുകൾ ഇറങ്ങി കിഴങ്ങ് ആകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തതെന്ന് പറയുമ്പോൾ നമുക്കുള്ള വളമായിട്ട് കൊടുത്തത് നമുക്ക് കോഴിവളമാണ്. കോഴിവളം അതേപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 2 രീതിക്കുള്ള വളങ്ങളാണ് നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടും കിട്ടിയെന്നാണ്. ഈ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. ജൈവ രീതിയിൽ ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളുടെ 18 മിനിറ്റ് കേട്ടോ. അപ്പോൾ 18 മിനിറ്റും നമുക്കിങ്ങനെ കൊടുക്കാം. അത് നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ജൈവ രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വളം കൊടുക്കാം. അല്ല രാസരീതിക്കാണ് വേണമെങ്കിൽ നമുക്ക് ഈ രീതിക്കുള്ള വളങ്ങൾ കൊടുക്കാം. 18 മിനിറ്റ് നമുക്ക് കൊടുക്കാം കേട്ടോ. 18 മിനിറ്റ് കൊടുത്തെടുത്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ രീതിക്കെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ രീതിക്കാണ് നമുക്കുള്ള മരിച്ചീനി നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കിത് അടുത്ത നമുക്ക് വളം കൊടുക്കാനുള്ള സ്റ്റേജ് എന്ന് പറയാൻ നമുക്ക് ഈ മരിച്ചീനി നമുക്ക് ഇത് വിളവെടുക്കാറായി വരും മുമ്പേ ഒരു 3 മാസം മുമ്പേ ഇതാണ് അടുത്ത വളം നമുക്ക് കൊടുക്കാനുള്ളത് ടൈം എന്ന് പറയാം കേട്ടോ. ഈ 2 രീതിക്കുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് മണ്ണിൽ നമ്മൾ കഷ്ടപ്പെടുന്നു അതിൻ്റെ ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് നമുക്കൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമുക്കുള്ള ഇപ്പം പുതിയതായിട്ട് നമ്മൾ ചെയ്തെടുത്ത മരിച്ചീനിയാണ്, നമ്മളുടെ കിൻഡിൽ മരിച്ചീനിയാണ്. അപ്പോൾ ഇതിൽ ഒരു ആവശ്യപ്പെടുന്നു പറയുമ്പം 25 കിലോ മരിച്ചീനി നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ കമ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ അതൊക്കെ നല്ല കനമുള്ള ഇത് കേട്ടോ. തിക്നെസ് കൂടിയ നല്ല കനമുള്ളൊരു കമ്പാണ്. അപ്പോൾ
ഒരു 25 കിലോളം നമുക്ക് ഇതിൻ്റെ ഈ മരിച്ചീനി നമുക്ക് ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ നട്ടിട്ടുണ്ട്, കുറച്ച് കമ്പുകൾ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാർഷിക കോളേജിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവിടെ നട്ടിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ കഴിയും. പക്ഷേ തോനെ ഇത് ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട് കേട്ടോ. തോനെയും രീതിക്ക് തന്നെ ശിഖരങ്ങൾ പൊട്ടും. നോക്കിയേ കണ്ടോ, നല്ല ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത്രയും ശിഖരവും നമുക്ക് നിർത്തണ്ട, 1-2 ശിഖരം മാത്രം നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ബാക്കിയുള്ളത് അത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് ഈ കിഴങ്ങ് നമുക്കുള്ള ഈ ശിഖരങ്ങളിൽ പിടിച്ച് കയറി പോകുന്നത് നമുക്ക് കിഴങ്ങ് കുറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഒന്നും വേണ്ട കേട്ടോ, 2 ശിഖരമൊക്കെ നിർത്തിയാണ്. 2-3 ശിഖരം നമുക്ക് നിർത്തിയേക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തോനെ ശിഖരമൊക്കെ ഉണ്ടെങ്കിൽ ഒടിച്ചു കൊടുക്കണം കേട്ടോ. കുറഞ്ഞത് നമുക്ക് 2 ശിഖരം മാത്രം നിർത്തി, 2-3 ശിഖരം മാത്രം നമുക്കിങ്ങനെ നിർത്തിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതിനെ തന്നെ ആ രീതിക്കുള്ള കൃഷികൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കുറച്ച് പയറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ പയറൊക്കെ ഇരുന്നുണ്ട് കേട്ടോ. നമ്മൾ മീറ്റിനേക്കാളും നീളമുള്ള പയറാണ്. അപ്പം നമ്മൾ നട്ടെടുത്തതാണ്, കുറച്ച് ദിവസമായുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമ്മളെ ചീര കേട്ടോ, പാത്താങ്കര ചീരയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചീര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീരയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ചീര നമുക്ക് കൂടുതലും സമയം നമുക്കതിൻ്റെ അടച്ചിടല്ലേ കേട്ടോ. കറക്റ്റായിട്ട് തന്നെ അടച്ചിടാതെ തന്നെ നമുക്കതിൻ്റെ വളർത്തിയിടും. ഞാൻ കുറച്ചൊക്കെ അടച്ചിട്ടായിരുന്നു. അടച്ചിട്ടപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അടച്ചിടാത്ത രീതിയിൽ ചെയ്തെടുത്തത്. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 4-5 ഇലയാവാൻ നേരത്ത് നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ചീര പറിച്ച് മാറ്റി നടണം കേട്ടോ. കുറച്ചായിട്ട് നമുക്കിങ്ങനെ മാറ്റി നട്ട് കൊടുക്കണം കേട്ടോ. നട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഒരിക്കലും ചീര അങ്ങനെ കൂട്ടം കൂടി കിടക്കാതെ തന്നെ നമുക്ക് കൂട്ടം കൂടി കിടക്കുന്ന രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. സ്ഥലമില്ലാത്തവർക്കുണ്ടെങ്കിൽ നമുക്ക് തോനെ അധികം നട്ടാൽ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നേരത്ത് തന്നെ അത് വിളവായി വരുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ഈ അടിയിലത്തെ കൊച്ചു ചീരകൾ പിന്നും വലുതായി വരുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. സ്ഥലമുള്ളവർക്ക് ഈ രീതിക്കുള്ള സ്ഥലം ബേസായിട്ട് ഇത്ര രീതിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അകലത്തിൽ തന്നെ നമുക്ക് ചീരകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളെ വ്ളാത്താങ്കരയാണ് കേട്ടോ. ഇപ്പോൾ വ്ളാത്താങ്കര പ്രത്യേകം എന്ന് പറയാൻ നേരത്ത് പെട്ടെന്നൊന്നും പൂക്കത്തില്ല. അതാണ് നമ്മളതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുമ്പം നല്ല രീതിക്കുള്ള ഈട് കിട്ടും, നല്ല രീതിക്കുള്ള ശിഖരങ്ങൾ പൊട്ടും കേട്ടോ. ആണ് നമ്മളുള്ള വ്ളാത്താങ്കരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. നമുക്കുള്ള വഴുതണങ്ങ കേട്ടോ. ഇത് നമുക്ക് നിറയെ കായ്ക്കുന്നതാണ്, ചെറുതിലേ കായ്ക്കുന്നതാണ് അല്ലേ. ഇത് നമ്മളെ സുന്ദരിച്ചീരയാണ് കേട്ടോ. സുന്ദരിച്ചീരയാണ്. ഇപ്പോൾ 3 രീതിക്കുള്ള ചീരകളാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ. നമുക്കുള്ള സുന്ദരിച്ചീര ആയിട്ടുകൊണ്ട്, അതേപോലെ വ്ളാത്താങ്കര ആയിട്ടുകൊണ്ട്, പിന്നെ വന്നിട്ട് നമുക്കുള്ള പാൽച്ചീര കേട്ടോ. ഇതാണ് നമ്മളെ പാൽച്ചീര കേട്ടോ. ഉണ്ടോ, ഇതാണ് നമ്മുടെ പാൽച്ചീര. അതൊക്കെയാണ് പാൽച്ചീരയൊക്കെ തണ്ടിൻ്റെ കനം കണ്ടോ, നല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉടനെ വിളവെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇതിന് പുള്ളിക്കുത്തി രോഗം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയാൻ നേരത്ത് നമുക്ക് ഗോമൂത്രമാണ് കൊടുക്കാനുള്ള. അപ്പോൾ ഗോമൂത്രം ഒരു 10 മില്ലി 5 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ലയിപ്പിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ നേരത്തെ തന്നെ പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് വരികയും ചെയ്യും, ഇലപ്പുള്ളി രോഗം മാറിക്കിട്ടുകയും ചെയ്യും, നല്ല ചീരത നല്ല കരുത്തോടെ തന്നെ വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ മരിച്ചീനി നട്ടിട്ടുന്ന് 8 മാസത്തോളം ആകും കേട്ടോ. അപ്പോൾ 8 മാസത്തിലും നമുക്ക് 7 മാസങ്ങളിലും നമുക്ക് 2 രീതിക്കുള്ള വിളവ് നമുക്ക് എടുക്കാം. ഒരു വർഷത്തിൽ വിളവെടുക്കുന്ന മരിച്ചീനിയും ഉണ്ട്. ഇപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന 8 മാസം കൊണ്ട് വിളവെടുക്കുന്നതിനുള്ള മരിച്ചീനിയാണ് നട്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ കുറച്ച് വളം കൂടെ രണ്ടാമത് കൊടുത്തിട്ടുള്ള വളം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പാട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ആട്ടുപുഴുക്ക നമ്മൾ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോഴിവളവും ആട്ടുംപുഴുക്ക അത് നമ്മൾ പൊടിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചാണകം കേട്ടോ, പൊടിയായിട്ടാണ് നമ്മൾ കൊടുത്തത്. കൂടുതൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ നമുക്കുള്ള ജൈവവളങ്ങൾ നമ്മൾ കൊടുത്തിട്ട് രാസവളം നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് ആട്ടുംപുഴുക്ക കൊടുക്കാൻ നേരത്തിന് പെട്ടെന്ന് നമുക്ക് കിഴങ്ങൊക്കെ പെട്ടെന്ന് പുഴു എടുത്താൽ കേട്ടോ. ആ രീതിക്കാണ് നമുക്ക് ആട്ടുംപുഴുക്ക നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ രീതിക്കൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്കൊരു കിൻഡൽ മരിച്ചീനിയുടെ നമ്മൾ നേരത്തെ കാണിച്ചുള്ള അതിൻ്റെ നടുന്ന എങ്ങനെയെന്നും കൂടെ നമുക്ക് കാണിച്ചു തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കത് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക.